പ്രിയ വിദ്യാർത്ഥികളെ, കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹൈപ്പർബോളയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കോണിക് സെക്ഷനിൽ സർക്കിൾ പറഞ്ഞു, പരാബോള പറഞ്ഞു, എലിപ്സ് പറഞ്ഞു, അവസാനമായിട്ട് ഹൈപ്പർബോളയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ? ആ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ്? അതിന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. മറ്റേ എലിപ്സ് പരാബോളയ്ക്ക് ഒറ്റ ബ്രാഞ്ചോട് തീരുന്നതാണ്, പക്ഷേ ഹൈപ്പർബോളയ്ക്ക് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്. ഹൈപ്പർബോളയുടെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്: രണ്ട് ഫിക്സഡ് പോയിന്റ് F1 F2, അതുപോലെ തന്നെ ഒരു പോയിന്റ് P ഉണ്ട്. ആ P എന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസുകളുടെ ഡിഫറൻസ്, അതായത് F1Pയും F2Pയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഫിക്സഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ ആ P ഡിസ്ക്രൈബ് ചെയ്യുന്ന പാത്താണ് ഹൈപ്പർബോള. എലിപ്സിന്റെ എന്താണ്? ഈ രണ്ട് ഫിക്സഡ് പോയിന്റിന്റെയും ആ ഡിസ്റ്റൻസുകളുടെ സമ്മ ഫിക്സഡ് ആയിരിക്കുമ്പോൾ എലിപ്സ് ആണ്. എന്നാൽ ഡിഫറൻസ് ആണ് ഫിക്സഡ് കോൺസ്റ്റന്റ് ആയിരിക്കുമെങ്കിൽ ആ P ഡിസ്ക്രൈബ് ചെയ്യുന്ന പാത്ത് ഒരു ഹൈപ്പർബോള ആയിരിക്കും. ഇവിടെ P ഡിസ്ക്രൈബ് ചെയ്യുന്ന പാത്തിന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. ഒരു ബ്രാഞ്ച് ഇതാ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും, അതുപോലെ തന്നെ അടുത്തൊരു ബ്രാഞ്ച് ഇതാ ഇങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. ഉണ്ടോ? ഇങ്ങനെ രണ്ട് ബ്രാഞ്ചസ് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കേസിൽ ഈ F1 F2 എന്ന് പറയുന്നത് എലിപ്സിന് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഫോക്കസുകളാണ്. ഇനി ഈ രണ്ട് ഫോക്കസുകൾ ഞാൻ ജോയിൻ ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതൊരു എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ F1 F2ന്റെ മിഡ് പോയിന്റ് ഈ ഹൈപ്പർബോളയുടെ സെന്റർ ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഈ സെന്ററിൽ കൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ പാസ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഇത് y ആക്സിസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഈ രണ്ട് ബ്രാഞ്ചും ചേർന്നാൽ ഒരു ഹൈപ്പർബോളയായി. അപ്പോൾ അതിലെ ഈ രണ്ട് പോയിന്റുകൾ ആ കർവ് വീണ്ടും എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളാണ്. അതിനെ A ഡാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ A ഡാഷിനെ ഇവിടെ പറയാ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയാം. ട്രാൻസ്വേഴ്സ് ആക്സിസ്. ആ ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് നമ്മൾ ഒരു 2a ആയിട്ടാണ് എടുക്കണമെന്ന് വിചാരിച്ചോളൂ. എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും സെയിം ആണ്. ഈ പോയിന്റ് A0, ഇത് -A0. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് C ആയിട്ട് എടുക്കുകയാണെങ്കിൽ F1 F2ന്റെ ലെങ്ത് 2c ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് C0 എന്നും ഈ പോയിന്റ് -C0 എന്നും എടുക്കാം. ഇനി ഞാനിവിടെ ഒരു പോയിന്റ് ബിയും അതുപോലെ തന്നെ B ഡാഷും ഒരേ ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്ത് ആ B ഡാഷിന്റെ ലെങ്ത് ഒരു 2b ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ B ഡാഷിന് ഇവിടെ പറയുന്നത് കോൺജുഗേറ്റ് ആക്സിസ് എന്നാ പറയാം. മറ്റത് ട്രാൻസ്വേഴ്സ് ആക്സിസ്, ഇത് കോൺജുഗേറ്റ് ആക്സിസ് ആണ്. കോൺജുഗേറ്റ് ആക്സിസിന്റെ ലെങ്ത് 2bയും ട്രാൻസ്വേഴ്സ് ആക്സിസിന്റെ ലെങ്ത് 2aയും എടുത്തു കഴിഞ്ഞാൽ ഈ 2a എന്ന് പറയുന്നതാണ് ഈ ഡിഫറൻസ് ആയിട്ട് വരിക. അതായത് F1P മൈനസ് F2P എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും 2a, ട്രാൻസ്വേഴ്സ് ആക്സിസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു ഫോർമാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ പറയാം എന്നുള്ളത് നോക്കാം. അപ്പോൾ P എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് XY എടുത്തേക്കാണ്. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിങ്ങനെയായിരിക്കും: x² / a² മൈനസ് y² / b² = 1. ഇതിൽ ഈ a² b², അതുപോലെ തന്നെ c² കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. c² = a² + b². എലിപ്സിലെ c² = a² - b² എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ a² + b² ആണ് c². അങ്ങനെ നമുക്കിതിൻ്റെ ഭാഗങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് ഈ ഫിഗർ ഒന്ന് നോക്കൂ. ഇതും ഒരു ഹൈപ്പർബോളയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ട്രാൻസ്വേഴ്സ് ആക്സിസ് y ആക്സിസിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ കോൺജുഗേറ്റ് ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ B ഡാഷ് ഇത് കോൺജുഗേറ്റ് ആക്സിസ് എക്സ് ആക്സിസിലാണ്. അപ്പോൾ ആ ആദ്യം പറഞ്ഞ ഹൈപ്പർബോളയും ഈ പറഞ്ഞ ഹൈപ്പർബോളയും ഡിഫറൻ്റ് ആണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വേഷനും ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും. ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് പറയുക: y² / a² മൈനസ് x² / b² = 1. അപ്പോൾ ഇത് y ആക്സിസിലെ ട്രാൻസ്വേഴ്സ് ആക്സിസ് വരുന്ന പരാബോളയാണ്, ഹൈപ്പർബോളയാണ്. അതിലെ ഈ ഫോക്കസുകൾ ശ്രദ്ധിക്കുക: 0C, 0 - C,
വെർട്ടീസസ് ശ്രദ്ധിക്കുക 0a 0 - a എന്നുള്ള വെർട്ടീസസ് നമുക്ക് കിട്ടും. ഇനി ഈ രണ്ട് കേസിലും കഴിഞ്ഞ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ്റെ കേസിലും ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ്റെ കേസിലും ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത് സെയിം ആണ് 2b²/a തന്നെയാണ് ലാറ്റസ് റെക്റ്റം. മാത്രമല്ല ഇതിൻ്റെ എക്സെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല c/a ആണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ 0യിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസും 0യിൽ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസും അത് നോക്കുകയാണെങ്കിൽ സി ആണ് കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് >1 ആയിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ഇനി ചിലപ്പോൾ ഈ എയും ബിയും ഈക്വൽ ആയിട്ട് വരാം. എയും ബിയും ഈക്വൽ ആയിട്ട് വരുമ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ x² / a² - y² / a² = 1. കഴിഞ്ഞ കേസിൽ ഇവിടെയാണെങ്കിലും അതേപോലെ തന്നെ വരുന്നു അല്ലേ. അത്തരം കേസിൽ ഇതിനെ നമുക്ക് മറ്റൊരു പേര് പറയാറുണ്ട്, കോൺജുഗേറ്റ് ഹൈപ്പർബോള എന്ന് പറയാറുണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറയുന്നില്ല, എന്നാലും ജസ്റ്റ് നമുക്കൊന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എയും ബിയും ഈക്വലായിട്ട് വരുന്ന കേസിലെ ആ ഹൈപ്പർബോളയ്ക്ക് നമ്മൾ ഒരു ഈക്വലാറ്ററൽ ഹൈപ്പർബോള എന്നാണ് പറയുക. കോൺജുഗേറ്റ് ഹൈപ്പർബോള എന്നല്ല, ഈക്വലാറ്ററൽ ഹൈപ്പർബോള എന്നാ പറയുക. ഈ എലിപ്സിൻ്റെ കാര്യത്തിൽ എയും ബിയും ഈക്വൽ ആകുമ്പോൾ ഒരു സർക്കിൾ ആകും. അതുപോലെ ഹൈപ്പർബോളയുടെ കേസിൽ എയും ബിയും ഈക്വൽ ആകുമ്പോൾ അതൊരു ഈക്വലാറ്ററൽ ഹൈപ്പർബോള എന്ന് പറയാം എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ശ്രദ്ധിച്ചോളൂ. നമ്മളൊരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, x² / 16 - y² / 9 = 1. ഈ ഹൈപ്പർബോളയുടെ ഫോക്കസുകളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം, വെർട്ടിസസുകളുടെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇത് നോക്കിയത് ആദ്യത്തെ ടൈപ്പാണ് അല്ലേ. അപ്പോൾ നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ x² = 16 ആണ്, a² = 16 ആണ്, b² = 9 ആണ്. അതുകൊണ്ട് തന്നെ c² കണ്ടുപിടിക്കാനുള്ള ഫോർമുല a² + b² ആണ്, ദാറ്റ് ഈസ് 25 വരും. അപ്പോൾ c എന്താണ്? 5. അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ +or - 5 എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ c 5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫോസി പറയാൻ പറ്റും. എന്താണ് ഫോസി? എക്സ് ആക്സിസിലാണ് വരുന്നത്. അപ്പോൾ +or - 5, 0. 50 ഉണ്ട്, -50 ഉണ്ട്. ഇനി വെർട്ടിസസ് a0യും -a0, a എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇവിടെ +or - 4, 0. ഇതാണ് വെർട്ടെക്സുകൾ വരുന്നത്. ഇനി എക്സെൻട്രിസിറ്റി പറയണം, c/a. c ഇവിടെ 5 ആണ്, a 4 ആണ്. നോക്കൂ, 5/4 > 1 ആയിട്ടുള്ള വാല്യൂ ആണ്. ഇനി ലാറ്റസ് റെക്റ്റം കണ്ടുപിടിക്കണം, 2b²/a = 2 × 9/a. it means 4, that is 9/2. ഇതാണ് ലാറ്റസ് റെക്റ്റത്തിൻ്റെ ലെങ്ത്. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, x² / 9 - y² / 27 = 1. ഇതിൻ്റെ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഫോക്കസുകൾ, വെർട്ടിസസ്, അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, അതൊക്കെ കാൽക്കുലേഷൻ നടത്തണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത്. x² - y² / b² = 1. ഇതിൽ a² = 9 ആണ്, b² = 27. അപ്പോൾ c² ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 36 ആണ്. അപ്പോൾ c = 6 ആണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഫോസി പറയാം. എന്താണ് ഇത്? +or - 6, 0. അപ്പോൾ തന്നെ വെർട്ടിസസ് പറയാം. വെർട്ടിസസ് എന്താ? +or - a. അപ്പോൾ +or - 3, 0 ആണ്. +or - 3, 0. ഇനി എക്സെൻട്രിസിറ്റി c/a. c എന്ന് പറയുമ്പോൾ 6 ആണ്, a എന്ന് പറയുമ്പോൾ 3 ആണ്, ദാറ്റ് ഈസ് = 2. അപ്പോൾ തന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം 2b²/a, 2 × 27/3. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 × 2, ദാറ്റ് ഈസ് 18 എന്ന് വരുന്നു. അപ്പോൾ അങ്ങനെ. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് വേറൊരു ചോദ്യം കൂടി ചോദിച്ചെന്ന് വിചാരിച്ചോളൂ. ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത് 2a ആണ്, അതായത് 2 × 3, ദാറ്റ് ഈസ് 6. കോൺജുഗേറ്റ് ആക്സിസിൻ്റെ ലെങ്ത് 2b ആണ്. അപ്പോൾ 2 × 27 റൂട്ട് 3 √3, അപ്പോൾ 6 √3 എന്ന് വരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ട്രാൻസ്വേഴ്സ് ആക്സിസും കോൺജുഗേറ്റ് ആക്സിസും പറയാൻ പറ്റും. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. 9y² - 4x² = 36. ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലല്ല കിടക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കണമെങ്കിൽ ഇവിടെ 1 വരണം അല്ലേ. ഇവിടെ 1 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ത്രൂ ഔട്ട് ഒരു 36 കൊണ്ട് ഡിവിഷൻ നടത്തണം. അപ്പോൾ നോക്കിയാൽ 9y²
by 36 minus 4x square by 36 equal to ഇവിടെ 1. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ y square by 4 minus x square by 9 equal to 1. ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ കമ്പാരിസൺ നടത്തുന്നത് ഇതാ y square by a square minus x square by b square equal to 1 ആയിട്ട്. അപ്പോൾ കമ്പാരിസൺ നടത്തുമ്പോൾ നോക്കി a square equal to 4 b square equal to 9. അപ്പോൾ c സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് 13. c ഈക്വൽ ടു റൂട്ട് ഓഫ് 13 എന്ന വരിക. ഇനി നമുക്ക് 4c പറഞ്ഞൂടെ? 4c എന്താണ്? പ്ലസ് ഓർ മൈനസ് രണ്ടാമത്തെ ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് ആകുമ്പോൾ y ആക്സിസിലാണ് 0, പ്ലസ് ഓർ മൈനസ് റൂട്ട് 13. ഇനി വെർട്ടിസസ് അതും y ആക്സിസിലാണ് 0, പ്ലസ് ഓർ മൈനസ് 2. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത് എക്സെൻട്രിസിറ്റി ആണ് c ബൈ a. c ഇവിടെ റൂട്ട് 13 ആണ്, ബൈ a ദാറ്റ് ഈസ് 2 ആണ്. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 2b സ്ക്വയർ ബൈ a. അപ്പോൾ 2 ഇൻറ്റു ബി സ്ക്വയർ 9 ആണ്, a എന്ന് പറയുമ്പോൾ 2 ആണ്, ദാറ്റ് ഈസ് 9. അങ്ങനെ നമുക്ക് വാല്യൂസ് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് എ ഹൈപ്പർബോള വിത്ത് 4c 0, plus or minus 3. Focus 0, plus or minus 3 and vertices 0, plus or minus root 11 by 2. ഈ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കാണും. അപ്പോൾ ഈ ഹൈപ്പർബോള ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ തന്നെ അറിയാം ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. കാരണം y ആക്സിസിലാണ് ഫോക്കസും വെർട്ടിസസും വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ടൈപ്പാണ്. രണ്ടാമത്തെ ടൈപ്പ് എന്താ? y സ്ക്വയർ ബൈ a സ്ക്വയർ by minus x square by b square equal to 1. ഈ a സ്ക്വയറും b സ്ക്വയറും കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ആയി. അതിനെന്തൊക്കെ തന്നിട്ട് നോക്കി? c തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3 ഉണ്ടോ? അപ്പോൾ തന്നെ a തന്നിട്ടുണ്ട്, എത്രയാണ്? റൂട്ട് 11 by 2. ഇനി നമുക്ക് c സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ b സ്ക്വയറിൻ്റെ വാല്യൂ a സ്ക്വയർ മൈനസ് c സ്ക്വയർ എന്ന് c സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുകയാണ്. c സ്ക്വയർ മൈനസ് a സ്ക്വയർ. c സ്ക്വയർ എന്താണ്? 9 മൈനസ് ഇതിൻ്റെ സ്ക്വയർ എത്രയാണ്? 11 by 4. അപ്പോൾ ഇവിടെ 36 മൈനസ് 11 by 4. അപ്പോൾ 25 by 4 ആണ് b സ്ക്വയർ. ഇനി നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y സ്ക്വയർ ബൈ a സ്ക്വയർ. a സ്ക്വയർ ഇതിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ. റൂട്ട് 11 by 2 സ്ക്വയർ മൈനസ് x സ്ക്വയർ ബൈ b സ്ക്വയർ 25 by 4 equal to 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ y സ്ക്വയർ ബൈ 11 by 4 മൈനസ് x സ്ക്വയർ ബൈ 25 by 4 equal to 1. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് 4 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ സംഗതി ക്ലിയർ ആക്കാം. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി എഴുതാൻ നടത്തും. 4y സ്ക്വയർ ബൈ 11 മൈനസ് 4x സ്ക്വയർ ബൈ 25 ഈക്വൽ ടു 1. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ, പക്ഷെ നമുക്ക് അത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ വെച്ചിട്ട് തന്നെ അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള വിത്ത് വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് 2, 0 ആൻഡ് 4c പ്ലസ് ഓർ മൈനസ് 3, 0. വെർട്ടിസസ് ഇതാണ്, ഫോക്കസ് ഇതാണ്. ഇത് രണ്ടും കിടക്കുന്നത് എക്സ് ആക്സിസിലാണ്. അപ്പോൾ ആദ്യത്തെ ടൈപ്പായിട്ടാണ് നമുക്ക് കമ്പാരിസൺ നടത്തേണ്ടത്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതിൽ എ സ്ക്വയറും ബി സ്ക്വയറും കിട്ടിയാൽ മതി. ഇവിടെ നോക്കി, ഇവിടെ തന്നിരിക്കുന്നതിൽ എ ഈക്വൽ ടു 2 ആണ്, സി ഈക്വൽ ടു 3 ആണ്. അതിൽ നിന്നും ബി സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്, അതായത് 9 മൈനസ് 4 ദാറ്റ് ഈസ് 5 ആണ്. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 സ്ക്വയർ 4 മൈനസ് വൈ സ്ക്വയർ ബൈ 5 ഈക്വൽ ടു 1. ഇതാണ് ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള വിത്ത് 4c പ്ലസ് ഓർ മൈനസ് 5, 0 ആൻഡ് ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അതാണ് ഈ 2a എന്ന് പറഞ്ഞേക്കുന്നത്, 8 ആണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ ഫോക്കസ് തന്നിരിക്കുന്നതുകൊണ്ട് c 5 ആണ്. ഇനി 2a ആണ് 8, അതിൽ നിന്ന് a ഈക്വൽ ടു 4 ആണ്. അപ്പം ബി സ്ക്വയർ ആണെങ്കിൽ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ്, 25 മൈനസ് 16 ദാറ്റ് ഈസ് 9. ഇനി ഇക്വേഷൻ പറയാൻ പറ്റും. ഇത്
ആദ്യത്തെ ടൈപ്പാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ദാറ്റ് ഈസ് 16 മൈനസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള വിത്ത് 4c 0, plus or minus 13 and length of conjugate axis 24. കോൺജുഗേറ്റ് ആക്സിസിൻ്റെ ലെങ്ത് 2b ആയിട്ടാണ് എടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷേ ഇത് എടുക്കുന്നത് വൈ ആക്സിസിലാണ് ഈ ഫോക്കസ് എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ടൈപ്പാണ്. സെക്കൻഡ് ടൈപ്പിൻ്റെ ഇക്വേഷൻ എന്താ? വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കി. സി ഈക്വൽ ടു 13 ആണ്, ബി ഈക്വൽ ടു 12 ആണ്. ഇതിൽ നിന്ന് ഇനി നമുക്ക് എ സ്ക്വയർ കണ്ടുപിടിക്കണം. എ സ്ക്വയർ കണ്ടുപിടിക്കാൻ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കണ്ടാൽ മതി. അപ്പോൾ 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ 169 മൈനസ് 144 ദാറ്റ് ഈസ് 24. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്ക്വയർ ബൈ 25 മൈനസ് എക്സ് സ്ക്വയർ ബൈ 144 ഈക്വൽ ടു 1. 144 ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടുന്നു. ഇതാണ് ആ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള വിത്ത് 4c പ്ലസ് ഓർ മൈനസ് 40 ആൻഡ് ലെങ്ത് ഓഫ് ലാറ്ററസ് റെക്ടം 12. അത് ഉപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻ കാണണം. ഇത് നോക്കൂ, ഫോക്കസ് എക്സ് ആക്സിസിലായതുകൊണ്ട് ആദ്യത്തെ ടൈപ്പാണ്. അതായത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അതിൽ ആ എയും ബിയും കിട്ടിയാൽ മതി. അതിനെന്താ തന്നേക്കുന്നത്? സി തന്നിട്ടുണ്ട്. സി ഈക്വൽ ടു 4 ആണ്. പിന്നെ തന്നേക്കണം എന്താ? 2b സ്ക്വയർ ബൈ എ, അത് ഈക്വൽ ടു 12 ആണെന്ന് തന്നിട്ടുണ്ട്. 2b സ്ക്വയർ ബൈ എ ഈക്വൽ ടു 12. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബിയുടെ വാല്യൂ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നോക്കൂ, സി ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ സി സ്ക്വയർ ഈക്വൽ ടു 16 എന്നാണ് അല്ലേ? പക്ഷെ സി സ്ക്വയറിൻ്റെ വാല്യൂ എങ്ങനെയാണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് സി സ്ക്വയർ, അത് 16 ആണ്. അതിനെ നമ്പർ 1 എന്ന് മാർക്ക് ചെയ്യാൻ വേണമെങ്കിൽ. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ ഒന്ന് നോക്കുകയാണെങ്കിൽ 2 ഇവിടെ ക്യാൻസൽ ചെയ്താൽ ബി സ്ക്വയർ ബൈ എ ഈക്വൽ ടു 6 ആണ്. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു 6a എന്നാണ് വരുന്നത്. ഓക്കെ, ബി സ്ക്വയർ ഈക്വൽ ടു 6a ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ എ സ്ക്വയർ പ്ലസ് 6a ഈക്വൽ ടു 16 എന്ന് വരും. ഇതൊന്ന് സോൾവ് ചെയ്താൽ എ സ്ക്വയർ പ്ലസ് 6a മൈനസ് 16 ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എയുടെ 2 വാല്യൂസ് നമുക്ക് അതിൽ കിട്ടും. നോക്കാം. ഇതിലെ ഈ മൈനസ് വാല്യൂ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എ ഒരിക്കലും നെഗറ്റീവ് ആകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എയുടെ വാല്യൂ 2 എടുത്താൽ മതി. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 4 എന്നായിരിക്കും വരിക. എ സ്ക്വയർ ഈക്വൽ ടു 4. അതുപോലെ തന്നെ ബി സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 × 2 12 എന്നും കിട്ടും. ഇത് നമുക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. എക്സ് സ്ക്വയർ ബൈ 4 മൈനസ് വൈ സ്ക്വയർ ബൈ 12 ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ, അടുത്ത് നോക്കൂ. ഒരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അതിൻ്റെ വെർട്ടിസസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ടൈപ്പാണ്. കാരണം എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. കാരണം ഇത് എക്സ് ആക്സിസിലാണ് പോയിന്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എ സ്ക്വയറും ബി സ്ക്വയറും കിട്ടിയാൽ നമ്മുടെ ആൻസറായി. അതിലിവിടെ തന്നിരിക്കുന്നതിൽ എ ഈക്വൽ ടു 7 ആണ്. കാരണം വെർട്ടെക്സുകൾ പ്ലസ് ഓർ മൈനസ് 7 തന്നുകൊണ്ട് എ 7 ആണ്. പിന്നെ തന്നേക്കുന്നത് ഇ ആണ് അല്ലേ? ഇ എങ്ങനെ പറയുക? സി ബൈ എ, അത് 4/3 ആണ് അല്ലേ? അതിൽ എ ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് സി ഈക്വൽ ടു 4/3 ഇൻറ്റു 7 ദറ്റ് ഈസ് 28/3 എന്ന് വരിക. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ബി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 28/3 ദ ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ മൈനസ് എ സ്ക്വയറിൽ സിയും എയും അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടുന്നത് 343/9. അത് ബി സ്ക്വയറിൻ്റെ വാല്യൂ. എ 47 ആയതുകൊണ്ട് എ സ്ക്വയർ 49 ആണ്. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 49 മൈനസ് വൈ സ്ക്വയർ ബൈ
343/9 ഈക്വൽ ടു 1. ഈ 9 വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കാം. x² / 49 മൈനസ് 9y²/343 ഈക്വൽ ടു 1. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ഇക്വേഷൻ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ഹൈപ്പർബോള വിത്ത് ഫോക്കസ് 0, ±√10 ആൻഡ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 3. ഇത് വൈ ആക്സിസിൽ തന്നെ പോയിന്റ് ആയതുകൊണ്ട് സെക്കൻഡ് ടൈപ്പാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ a² b² എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു കാര്യം നോക്കൂ. ഇവിടെ തന്നിരിക്കുന്ന ഫോക്കസ് c ഈക്വൽ ടു √10 ആണ്. അപ്പോൾ c² എന്ന് പറഞ്ഞാൽ എന്താണ്? 10 ആണ്. അതായത് a² + b² വാല്യൂ 10 ആണ്. ഓക്കെ, a² + b² വാല്യൂ 10 ആണ്. ഇതൊരു ഇക്വേഷൻ ആണ്. ഇനി 2, 3 എന്ന പോയിന്റ് കിടന്ന് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി വയ്ക്ക്. 3y പകരം x പകരം 2 കൊടുത്താൽ 9/a² മൈനസ് 4/b² ഈക്വൽ ടു 1. ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ് അല്ലേ. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കണം. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ a² വാല്യൂ 5 എന്നും b² വാല്യൂ 5 എന്നും കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കുക. y²/5 മൈനസ് x²/5 ഈക്വൽ ടു 1 അല്ലേ. ഇത് ആക്ച്വലി എയും ബിയും ഈക്വൽ ആകുന്ന ഒരു ടൈപ്പാണ് അല്ലേ. അപ്പോൾ ഇതിനെ ഒരു ഈക്വലാറ്ററൽ ഹൈപ്പർബോള എന്ന് വേണമെങ്കിലും പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ.